ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൺ ടൈം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഇഫ്താർ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ്. കിളിക്കൂടിന്റെ റെസിപ്പി ആട്ടോ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ട ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. ഞാനിതാ അതിനു വേണ്ടിയിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായി വന്നാൽ അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചിക്കന് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ആട്ടോ ഞാൻ എടുത്തത്. അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാട്ടോ കട്ട് ചെയ്തെടുത്തത്. ഈ ചിക്കൻ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഒരു സൈഡിലായി കഴിഞ്ഞാൽ അടുത്ത സൈഡിലേക്ക് അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമുക്കിത് രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ചിക്കൻ ഫ്രൈ ആക്കി എടുത്തിട്ട് അതവിടെ മാറ്റി വെക്കാം. എന്നിട്ട് ആ സെയിം പാനിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം 2 മീഡിയം സൈസ് ഉള്ളി എടുത്തിന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പച്ചമുളക് ഞാനിപ്പോൾ ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് എടുക്കുന്ന സമയത്ത് നിങ്ങൾ എരിവ് ബാലൻസ് ചെയ്തിട്ട് അങ്ങനെ എടുക്കാം. പിന്നെ ഇതിലേക്ക് ഈ ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നമ്മൾ ചിക്കനെ ഫ്രൈ ആക്കി എടുത്ത ആ ഒരു സെയിം ഓയിലിട്ടിട്ട് ഉള്ളി ഫ്രൈ ആക്കി എടുക്കുന്നത്. അപ്പോൾ ഉപ്പൊന്ന് ബാലൻസ് ചെയ്തിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം. ഈ ഉള്ളി ഒന്ന് നമുക്കൊന്ന് വാട്ടിയെടുക്കാം. അങ്ങനെ ഫൈനായിട്ട് വാട്ടൊന്നും വേണ്ട, ചെറിയ രീതിയിലൊന്ന് വാട്ടിയെടുത്താൽ മതി. ചെറുതായിട്ടൊന്ന് വാടി വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഞാനിപ്പോൾ കാശ്മീരി ചില്ലി ആട്ടോ എടുത്തത്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങിനാണിപ്പോൾ 3 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ട് അതൊന്ന് മാഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഉരുളക്കിഴങ്ങും കൂടി ചേർത്തിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാൻ ചിക്കന് ഫ്രൈ ആക്കി എടുത്ത ശേഷം അതൊന്ന് കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് അടർത്തി എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറി വരട്ടെ. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറിയ ശേഷം നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതാ നമ്മൾ റെഡിയാക്കി വെച്ച ഒരു മസാല എടുത്ത് വെച്ചിന്. അതുപോലെ ഇതിപ്പോൾ ഞാൻ മുട്ട പുഴുങ്ങിയിട്ട് കട്ട് ചെയ്ത് വെച്ചതാട്ടോ. ഒരു മുട്ട 4 പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തത്. നല്ല വലുപ്പമുള്ള മുട്ടയായതുകൊണ്ട് ഞാനിപ്പോൾ 4 പീസായിട്ട് കട്ട് ചെയ്തത്. അപ്പോൾ ചെറിയ മുട്ടയാണെങ്കിൽ 2 പീസായിട്ട് കട്ട് ചെയ്താൽ മതിയാവും. ഞാനിതാ കയ്യിൽ കുറച്ച് ഓയിലാക്കിന്. അപ്പോൾ ഇതാ നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു മസാലയിൽ നിന്ന് ചെറിയൊരു പോർഷൻ എടുക്കുക. കയ്യിൽ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് സെൻട്രലായിട്ട് ഒരു പീസ് മുട്ട വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇത് ഈ ഒരു രീതിയിൽ ഫസ്റ്റ് ഒന്നിങ്ങനെ ഈ ഒരു രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് ഒന്നിങ്ങനെ കവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചെറിയൊരു കൂടിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് സെൻട്രലായിട്ട് ഞാൻ ചെറുതായിട്ടൊന്നിങ്ങനെ ഒന്ന് ഈ ഒരു ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ വീഡിയോ കാണുന്ന രീതിയിൽ അങ്ങനെ ഒന്ന് ഷേപ്പാക്കി എടുക്കാം.
അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് ഷേപ്പാക്കി എടുത്തിന്. ബാക്കിയെല്ലാം ഞാൻ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇതാണ് കുറച്ച് ചെയ്തെടുത്തിന്. ഇനി ഇതാ ഇതൊന്ന് മുട്ടേൻ്റെ മിക്സിയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. സേമിയയിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അതിനോട് ഞാനിതാ മുട്ടയും എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ സേമിയ എടുത്തിന്. സേമിയ ഞാൻ കുറച്ച് നേരിയ രീതിയിലുള്ള സേമിയാട്ട എടുത്തത്. അപ്പോൾ ഇതാ നമ്മൾ റെഡിയാക്കി ഇരുന്ന് ഒന്നെടുത്തിട്ട് ഈ ഒരു രീതിയിൽ മുട്ടേൻ്റെ മിക്സിയിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സേമിയയിലിട്ടിട്ട് അത് നല്ലോണം തന്നെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. എങ്കിൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇത് നല്ലോണം തന്നെ സേമിയയിൽ കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഒന്ന് ചെയ്തെടുത്തിന്. ഈ ഒരു രീതിയിൽ ഞാൻ ബാക്കിയെല്ലാം അങ്ങനെ ചെയ്തെടുക്കട്ടെ. ഞാനിതാ എല്ലാം ചെയ്തെടുത്തിന്. ഇനി ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടി ഞാനിതാ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നല്ലോണം ചൂടായി വന്ന ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചത് ഇതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം. നിങ്ങൾ എടുക്കുന്ന ചീനച്ചട്ടിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് എത്രയാണെന്ന് വെച്ചാൽ അത്ര ഇട്ടിട്ട് അങ്ങനെ ഫ്രൈ ആക്കി എടുക്കാം. ഞാനിപ്പോൾ ഒരു 3 ഇട്ടിട്ട് അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് അങ്ങനെ ചെയ്യാം. വല്ലാണ്ട് നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട. പിന്നെ സേമിയ ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കരിഞ്ഞു പോകും. അപ്പോൾ ഇതാ ഇത് ഒരു സൈഡിലാക്കി കഴിഞ്ഞാൽ അടുത്ത സൈഡിലേക്ക് അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. കാരണം നമ്മൾ ഉള്ളിലെല്ലാം ഓൾറെഡി കുക്കായ സാധനങ്ങളാണ്. അപ്പം സേമിയ ജസ്റ്റ് ഒന്ന് കാണുന്നേ ഉള്ളൂ. ഒരു സൈഡിൽ ആക്കി കഴിഞ്ഞാൽ അടുത്ത സൈഡിലേക്ക് അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡ് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇത് നമുക്ക് നോമ്പോറക്ക് വേണ്ടിയിട്ടല്ലോ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. അപ്പം നമ്മുടെ കിളിക്കൂട് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കാം. ഫീഡ്ബാക്ക് പറയാം. പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പം ഇൻഷാ അള്ളാ വേറെ വീഡിയോ ആയിട്ട് കാണാം.